ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ചിക്കൻ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ചപ്പാത്തി, ബെറോട്ട, അപ്പം, ഫ്രൈഡ് റൈസ് എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ പെരട്ടാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നും കഴിക്കുന്ന ചിക്കൻ പെരട്ടിൻ്റെ അതേ ഒരു ടേസ്റ്റും മണവും ഒക്കെ ഉള്ളൊരു കറിയാണിത്. ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ചിക്കൻ പെരട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ചിക്കൻ പെരട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ചിക്കൻ പെരട്ട് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3/4 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അതിനായിട്ട് ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ 1 മുറി നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരും കൂടെ ഒഴിക്കാം. എന്നിട്ട് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഞാനിത് മിക്സ് ചെയ്ത സമയത്ത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കറി മസാല പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാലും മതി. ഞാൻ 1/2 മണിക്കൂർ ഫ്രിഡ്ജിലാണ് വെച്ചത്. അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായ ശേഷം ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഇട്ട ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് ചിക്കൻ വെന്ത് കിട്ടണം. കുറച്ച് സമയം കഴിഞ്ഞ് തിരിച്ചിട്ട് 2 സൈഡും തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് വേകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി കോരി മാറ്റാം. ചിക്കൻ മുഴുവനും എണ്ണയിൽ നിന്നും മാറ്റിയ ശേഷം അതിൽ നിന്നും ഒരു 3 ടേബിൾ സ്പൂൺ മറ്റൊരു പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 4-5 വറ്റൽമുളക് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് കോരി മാറ്റാം. ഇനി ഇതിൽ ചേർക്കാനായിട്ട് ഞാൻ ഒരു 150 ഗ്രാം ചെറിയ ഉള്ളി ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഞാൻ ചോപ്പ് ചെയ്താണ് എടുത്തത്. അതിട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ മാത്രം സവാള എടുക്കണം. ചെറിയ ഉള്ളി ആകുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. രണ്ട് പച്ചമുളക് കീറിയതും കൂടെ ഇട്ടിട്ട് നല്ലപോലെ തന്നെ ഉള്ളി വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായിട്ട് വഴന്ന് കിട്ടിയാലേ ഈ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ട് വഴന്നു വന്ന ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാനായിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കറി മസാല പൊടിയാണ് ഞാൻ ചേർത്തത്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ചില്ലി ഫ്ലേക്സും മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ചേർക്കണം. ഇതിപ്പോൾ നല്ല ഒരു സ്പൈസി ആയിട്ടുള്ളൊരു കറിയാണ്. അത്രയും തന്നെ എരിവുണ്ടെങ്കിലാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ചില്ലി ഫ്ലേക്സൊക്കെ നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പൊടിയുടെയൊക്കെ പച്ചമണം മാറാനായിട്ട് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കാം. ടൊമാറ്റോ സോസ് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. ടൊമാറ്റോ സോസ് ചേർക്കുമ്പോൾ ഈ കറിക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. ഇനി ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ മാത്രം തക്കാളി നന്നായിട്ട് അരച്ചിട്ട് ചേർത്ത് വഴറ്റി കൊടുക്കാം. തക്കാളിയാണ് ചേർക്കുന്നതെങ്കിൽ നന്നായിട്ട് തന്നെ കുറച്ച് സമയം കൂടെ വഴറ്റി കൊടുക്കണം.
ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കണം. ഇനി ഇതിലേക്ക് 3/4 ഗ്ലാസ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒഴിക്കരുത്, നന്നായിട്ട് ചൂടായ വെള്ളം തന്നെ ഒഴിക്കണം. ഈ സമയത്ത് തീ ഒന്ന് കുറച്ച് വയ്ക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതിലൊഴിച്ച വെള്ളം അങ്ങ് വറ്റിപ്പോകും. ഈ വെള്ളം ഒഴിക്കുമ്പോൾ ഈ ഉള്ളി വഴറ്റിയതെല്ലാം കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റായിട്ട് കറി ഒന്ന് ഗ്രേവി ഒന്ന് തിക്കായിട്ട് വരും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം ചിക്കൻ ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ഇട്ടിട്ട് നല്ല പോലെ തന്നെ ഇളക്കിയെടുക്കാം. ചിക്കനിലെല്ലാം നന്നായിട്ട് ഗ്രേവി പിടിച്ചിരിക്കണം. അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഒരു 5-6 മിനിറ്റ് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കണം. തീ കുറച്ച് വെച്ച് നല്ല പോലെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഉപ്പ് നോക്കിയപ്പോൾ ഒരല്പം കുറവ് പോലെ തോന്നിയുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മുളകും കറിവേപ്പിലയും കൂടെ ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു 5-6 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി ആണെങ്കിലും ബെറോട്ട ആണെങ്കിലും എന്തിൻ്റെ കൂടെ ആണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പെരട്ടാണിത്. ഒരു പ്രാവശ്യം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.